കിട്ടിയ മോളെ, നമുക്കും കിട്ടി ചക്ക. ആഹാ, മേടിച്ചോ? ഇനിയും വേണം ചക്ക. തരാവേ ചക്കപ്പഴേ. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ചക്ക. ഇനിയേ ചക്ക ചക്ക എന്നും പറഞ്ഞോണ്ട് ഞങ്ങളെ ആരും കൊതിപ്പിക്കാൻ ഓർക്കണ്ട. ഇത് കഴിച്ചു കഴിഞ്ഞ് ഇതിന്റെ കൊതി അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഞങ്ങൾ നാട്ടിലും വരുന്നുണ്ട്. തിന്നങ്ങോട്ട് തിമർക്കും. ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ ഇത്രയും ചക്കയ്ക്ക് എത്രയായിരിക്കും വിലയായി എന്ന്? നാട്ടിലെ 6800 രൂപയായി ഇത്രയും ചക്കയ്ക്ക്. എന്നാലും വരിക്കച്ചക്കപ്പഴമാണ്, നല്ല മണം വരുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിലേ മമ്മിയുടെ അടുത്ത് ഇരുന്ന് ചക്ക വെട്ടാൻ നേരം മമ്മി ഇങ്ങനെ ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാവർക്കും തരും. വേണ്ടവരൊക്കെ ഇരിഞ്ഞു കഴിച്ചോളാൻ പറയും. അതൊക്കെ ഓർമ്മ വരുന്നു. പക്ഷെ ഇതിനകത്ത് ചകിണിയാവട്ടോ കൂടുതൽ, ചക്ക കുറവാ. ആഹാ, ഇതെങ്ങനെ അറിഞ്ഞു ചക്ക മേടിച്ചെന്ന്? അടിപൊളി ചക്കയാണ്, നല്ല മധുരം. ജിന കറക്റ്റ് സമയത്ത് സാഞ്ഞു വന്നു. ചുമ്മാതല്ല, ചക്കക്കൊമ്പനൊക്കെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ചക്ക തിന്നാൻ വരുന്നത്. ഞങ്ങളെ ചക്ക തിന്ന് കൊതിപ്പിച്ചവർക്കെല്ലാം ഒരു ചെറിയ മധുര പ്രതികാരം. ഇതാണ് കേട്ടോ നമ്മുടെ പത്തായത്തില് നെല്ലുണ്ടേല് എലി എവിടുന്നോ വരുന്നു. ജിനോ ചക്ക ഇവിടെ മേടിച്ചു എന്ന് അറിഞ്ഞത് സൈക്കിൾ ചവിട്ടി ഇങ്ങ് പോന്നു രാവിലെ. അല്ല പിന്നെ ചക്ക കിട്ടുമ്പോ പിന്നെ ഇതൊക്കെ നോക്കാൻ പറ്റുമോ? ആകെ 2 ബാക്കിയുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? വേണേ സാബുജിക്ക് ഒരു വർഷം കൊടുത്തേ. ചേട്ടാ വേണോ? വേണമെങ്കിൽ വരണമുണ്ട്. അരക്കഷ്ണം ബാക്കി വെച്ചിട്ടുണ്ട്. ചക്ക കിട്ടുമ്പോഴല്ലേ നല്ല. ഞാൻ ആരോടും പറയുന്നില്ല, ഇതൊന്നും കാർത്തിയാണ് പോലെ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ശരി, ബൈ. ഞാൻ ഇതുകൊണ്ട് പോകുന്ന